കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ഗാർലിക് ചിക്കനാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് നാൻ, പൊറോട്ട അങ്ങനെയുള്ള റൊട്ടികളുടെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പൈസി ഗാർലിക് ചിക്കൻ തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 700 ഗ്രാമോളം ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ എല്ലില്ലാത്ത ചിക്കനാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിൽ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ചിക്കൻ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് വരെ നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ അടച്ചു വെക്കാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ ചിക്കൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ട് വരണം കേട്ടോ, കാരണം നമ്മൾ പിന്നീട് ഇത് വേവിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗം റെഡിയായി കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കൻ കഷ്ണങ്ങളും തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ആ തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതുകൂടാതെ വേവാത്ത ഭാഗമൊക്കെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതെല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഫ്രൈ ചെയ്ത ചിക്കൻ നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രം. മറ്റേതെങ്കിലും അധികം ഫ്ലേവർ ഇല്ലാത്ത എണ്ണ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് എണ്ണയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാൽ വെളുത്തുള്ളി കരിഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കറി ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഒട്ടും കരിഞ്ഞു പോവാതെ എന്നാൽ നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ കളർ കണ്ടല്ലോ, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 30-40 സെക്കൻഡ്സ് വരെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇത് കരിഞ്ഞു പിടിക്കാതിരിക്കാനായിട്ട് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. നമ്മളിതിൽ കൊഴുപ്പ് കൂടാനായിട്ട് വേറൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് 2 സോസും കൂടി നല്ലതുപോലെ കറിയിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. സോസ് വല്ലാതെ കുറുകിയിട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിത് തിളച്ച് വരുന്ന സമയത്ത് വീണ്ടും ഒരു 3-4 ടേബിൾ സ്പൂൺ വരെ വെള്ളം ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് ഇത് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കാം. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിൽ ഈ ഒരു ഗ്രേവി ഉണ്ടല്ലോ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിലായിട്ട് കിട്ടണം. അത്രയും വരെ കുറച്ച് ഒരു ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കനിൽ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ നല്ല സ്പൈസി ആയിട്ടുള്ള ഗാർലിക് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ ഇതാ നമ്മുടെ നല്ല സ്പൈസി ഗാർലിക് ചിക്കൻ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കിത് എല്ലാത്തരം റൊട്ടിയുടെ കൂടെയും, അതായത് ഈ
നമ്മുടെ നാൻ, പൊറോട്ട, ചപ്പാത്തി അതൊക്കെ പോലുള്ള റൊട്ടിയുടെ കൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. താങ്ക്